ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിൽ ഇന്ന് നടന്ന നിങ്ങളുടെ സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ ആൻസർ കീയാണ്. അതായത് 2026-27 അധ്യയന വർഷത്തെ സോഷ്യൽ സയൻസ് സമ്മറ്റീവ് അസസ്മെൻറ്റ് 1 അഥവാ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ വിക്കി ആൻഡ് പീലീസ് മദർ. വിക്കിയും പീലിയുടെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. Come on everybody, you all must be tired by walking so long. Let's have a meal first. അപ്പം എന്താ പറയുന്നത്? എല്ലാവരോടും വരാൻ പറയുകയാണ് അല്ലേ. നിങ്ങളെല്ലാവരും എന്താണ് നടന്നാകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. ഫസ്റ്റ് എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാം. അപ്പോൾ വിക്കി എന്താ പറയുന്നത്? ഐ ഹാവ് ബോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം, ഐ വിൽ ഈറ്റ് ദാറ്റ്. അപ്പോൾ വിക്കി പറയുകയാണ്, ഞാൻ എന്തുകൊണ്ടും എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഐ വിൽ ഈറ്റ് ദാറ്റ്, ഞാനത് കഴിച്ചോളാം എന്ന് പറയുകയാണല്ലേ. അപ്പോൾ എന്താണ് പീലീസ് മദർ പറയുന്നത്? പീലിയുടെ അമ്മ എന്താ പറയുന്നത്? ഡിയർ, ഈസിൻ ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി? ട്രൈ ഈറ്റിംഗ് ദിസ്. ദ റൈസ് വി ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രോൺ ഇൻ യുവർ ഓൺ ഫീൽഡ്സ്. വി will eat ourselves. And then there is a tapioca. There is also fish caught by Peely's father from the river. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്. ആ ഫുഡ് കഴിച്ചതിന് ശേഷം വിക്കി എന്താ പറയുന്നത്? വിക്കി പറയാണ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈം ഐ ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ടേസ്റ്റി ഒരു ഭക്ഷണം കഴിക്കുന്നത്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിട്ടുള്ളത്? അനലൈസ് വിക്കീസ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ആഫ്റ്റർ ഹാവിങ് ദ ടേസ്റ്റ്ലി ഹോംലി ഫുഡ്. ടേസ്റ്റ്ലി ആയിട്ടുള്ള ഹോംലി ഫുഡ് കഴിച്ചതിന് ശേഷം വിക്കിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നാണ് അല്ലേ. ഇനീഷ്യലി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്നാൽ ആദ്യം എന്ത് ചെയ്യാണ് വിക്കി പറയുന്നത്? എന്താണ്? ഇനീഷ്യലി വിക്കി ഇൻസിസ്റ്റഡ് ഓൺ ഈറ്റിംഗ് ഓൺലി ദ ഫുഡ് ബ്രോഡ് ഫ്രം ഹോം. ഹവർ ആഫ്റ്റർ ഈറ്റിംഗ് ദ ലോക്കലി പ്രിപ്പയർഡ് മീൽ ഹി അഡ്മിറ്റഡ് ദാറ്റ് ഇറ്റ് വാസ് ഹി ഫസ്റ്റ് ടൈം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ് ആൻഡ് റിയലൈസ്ഡ് ദാറ്റ് ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ഈറ്റ് അറ്റ് ഹോം അല്ലേ. ആദ്യം എന്താ പറയുന്നത്? വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. പിന്നെ അവൻ പറയുന്നുണ്ടല്ലോ, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്, വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. ആദ്യം അവനെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. പിന്നെ അവൻ എന്താണ്? ഭക്ഷണം കഴിച്ചു നോക്കുമ്പോൾ അവൻ എന്താണ്? സന്തോഷമാവുന്നുണ്ടല്ലേ. ഓക്കെ, ദെൻ വിക്കി എൻജോയ്ഡ് ഈറ്റിംഗ് ദ ടേസ്റ്റി ഹോംലി ഫുഡ്. പ്രിപ്പയർ ടു ക്വസ്റ്റ്യൻ ദാറ്റ് വിക്കി ഈസ് ലൈക്ലി ടു ആസ്ക് പീലീസ് ഫാദർ അബൌട്ട് ഫാമിംഗ്. അപ്പോൾ എന്താണ്? വിക്കിക്ക് ആ ഹോംലി ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയാണ് അല്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? പീലിയുടെ ഫാദറിനോട് ഫാമിങ്ങിനെ കുറിച്ചിട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളായും ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങളോട് 2 ചോദ്യങ്ങൾ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ചോദിക്കാം നമുക്ക്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം, ഹൗ ഡു യു കൾട്ടിവേറ്റ് പാഡി ഇൻ യുവർ ഫീൽഡ്? നിങ്ങളുടെ പാടങ്ങളിൽ എങ്ങനെയാണ് നെൽകൃഷി ചെയ്യുന്നത്? ദെൻ വാട്ട് ടൈപ്പ് ഓഫ് ഫിഷ് ഡു യു ക്യാച്ച് ഫ്രം ദ റിവർ? നിങ്ങൾ നദിയിൽ നിന്ന് എന്ത് തരം മത്സ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് ഫിഷ് ഡു യു ക്യാച്ച് ഫ്രം ദ റിവർ? ദെൻ ഹൗ ഡു യു കൾട്ടിവേറ്റ് പാഡി ഇൻ യുവർ ഫീൽഡ്സ്? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം, ദർ ആർ പീപ്പിൾ അറൗണ്ട് അസ് ഹു ലൈക്ക് എയ്തർ വില്ലേജ് ലൈഫ് ഓർ സിറ്റി ലൈഫ്. പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വില്ലേജ് ലൈഫ് ആൻഡ് സിറ്റി ലൈഫ്. വില്ലേജ് ലൈഫും സിറ്റി ലൈഫും തമ്മിലുള്ള കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? വില്ലേജ് ലൈഫിൽ എന്ത് എഴുതാം? ടിപ്പിക്കലി റിവോൾവ്സ് അറൗണ്ട് അഗ്രികൾച്ചർ അല്ലേ. പ്രധാനമായിട്ടും എന്ത് ചെയ്യും? കൃഷിയെ ആശ്രയിച്ചിട്ടാണല്ലേ അവരുടെ ജീവിതം ഉണ്ടാവുക. ദെൻ ഫീച്ചേഴ്സ് ഓപ്പൺ സ്പേസ് ലൈക്ക് പോൺസ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാസ് ക്ലോസർ കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ ആയിരിക്കും അല്ലേ. അതുപോലെ കൂടുതൽ ആളുകൾ തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടാവും അല്ലേ. ദെൻ സിറ്റി ലൈഫ് ആകുമ്പോൾ എങ്ങനെയാവും? ഡ്രൈവൺ ബൈ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്ഷ്യൽ സെക്ടേഴ്സ്, ഹാസ് ഡെൻസ് ഹൗസിങ്. എന്തൊക്കെയാണ്? വ്യവസായങ്ങളും വാണിജ്യ മേഖലകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഹാസ് ഡെൻസ് ഹൗസിങ് ആയിരിക്കും. അതുപോലെ എന്താണ്? തിങ്ങിപ്പാർത്ത വീടുകളൊക്കെ ആയിരിക്കും അല്ലേ. ദെൻ അഡ്വാൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുമല്ലോ സിറ്റി ലൈഫ് ആകുമ്പം. ആൻഡ് ഫ്യൂ നാച്ചുറൽ സ്പേസസ്, കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ. പ്രകൃതിദത്തമായ ഇടങ്ങളൊക്കെ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ദെൻ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീലീസ് വില്ലേജ്? പീലീസിൻ്റെ അതായത് പീലിയുടെ ഗ്രാമവുമായിട്ട് സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ്? നോട്ട് ഇൻക്ലൂഡഡ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ദർ ആർ മെനി പോൺസ് ഇൻ ദ വില്ലേജ് ടു ലേൺ സ്വിമ്മിങ്. സ്വിം ചെയ്യാൻ ഒരുപാട് പോൺസ് ഒക്കെ ഉണ്ടായിരിക്കും ഗ്രാമത്തിൽ, അത് ശരിയാണല്ലേ. ദെൻ ലിവ്സ് ഇൻ ക്വാർട്ടേഴ്സിലായിരിക്കും താമസിക്കുക അല്ലേ. ദെൻ ദർ ആർ മെനി പ്ലേ ഗ്രൗണ്ട്സ് ഫോർ ചിൽഡ്രൻ, അത് ശരിയാണ്. ദർ ആർ വീക്ക്ലി മാർക്കറ്റ്സ് ബൈ ആൻഡ് സെൽ ഗുഡ്സ്, അതും ശരിയാണ്.
Okay, the next question നോക്കാം. Question 3 has two parts, 3 and 3b. Write either 3a or 3b completely. Okay, 3a question നോക്കാം. Early human observed that fire was produced when the dry branches of trees rubbed against each other or against the surface of rocks. A table is given below. Complete the table with what early humans ate before and after they discovered fire. എന്താണ് തീ കണ്ടുപിടിക്കുന്നതിന് മുൻപും ആദിമ മനുഷ്യർ എന്താണ് കഴിച്ചിരുന്നതെന്നാണ് ഒരു ടേബിൾ ആണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പോൾ ബിഫോർ ദ ഡിസ്കവറി ഓഫ് ഫയർ അവർ എന്തൊക്കെയായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക? റോ മീറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ റൂട്ട്സും ഫ്രൂട്ട്സും ഒക്കെ അല്ലേ. എന്തൊക്കെയാണ്? റോ മീറ്റ്, റൂട്ട്സ്, ഫ്രൂട്ട്സ്. ദെൻ ആഫ്റ്റർ ദ ഡിസ്കവറി ഓഫ് ഫയർ അവർ എന്തൊക്കെയായും കഴിച്ചിട്ടുണ്ടാവുക? കുക്ക്ഡ് ആൻഡ് റോസ്റ്റഡ് മീറ്റ് കഴിക്കും അല്ലേ. അതുപോലെ തന്നെ എഡിബിൾ റൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. കുക്ക്ഡ് ആൻഡ് റോസ്റ്റഡ് മീറ്റ്, അതുപോലെ എഡിബിൾ റൂട്ട്സ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോജക്റ്റ് ഫോംഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ ദ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി നിർമ്മാർജ്ജനം അല്ലെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയുടെ പേരെന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. കുടുംബശ്രീ മിഷൻ, ഹരിത മിഷൻ, ശുചിത്വ മിഷൻ, കാരുണ്യ മിഷൻ അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ്? Then pay attention to the news headlines. Were hundreds of ships are stranded in the Strait of Hormuz. Okay, the next question നോക്കാം. What is the name of the project formed by the government of Kerala for the eradication of poverty? ഏതാണ്? അതെ, കുടുംബശ്രീ മിഷൻ ആണ് അല്ലേ. ഏതാണ്? കുടുംബശ്രീ മിഷൻ. They pay attention to the news headlines. ഇവിടെ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. Then next question എന്താണ്? What are the causes of poverty and hunger in the country? അതായത് രാജ്യത്തെ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണങ്ങൾ എന്തെല്ലാമാണ്? ഈ ന്യൂസ് ഹെഡ്ലൈൻസ് നമുക്ക് മനസ്സിലാക്കാൻ എന്തൊക്കെയുണ്ട്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഫ്ലാഷ് ഫ്ലഡ്സ് ഉണ്ട്, ഡെസ്ട്രോയിങ് ഫാം ലാൻഡ്സ്, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് വാൾസ് ഉണ്ട്, കോൺഫ്ലിക്റ്റിംഗ് ഡിസ്പ്യൂട്ടിംഗ് സപ്ലൈസ് ഉണ്ട് അല്ലേ. നിങ്ങൾക്കൊന്ന് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എഴുതിയിട്ട് ഫ്ലഡ്, അതുപോലെ തന്നെ ഡെസ്ട്രോയിങ് ഫാം ലാൻഡ്സ് ഒക്കെ എഴുതാം. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ വാൾസ്, കോൺഫ്ലിക്റ്റ് ഡിസ്പ്യൂട്ടിംഗ് സപ്ലൈസ്. ഇത് ഏതെങ്കിലും 2 പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ മതി. ദെൻ റൈറ്റ് ദ സജഷൻ ദാറ്റ് യു ക്യാൻ ഗിവ് ടു ക്രിയേറ്റ് എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. വിശപ്പില്ലാതെ അല്ലേ, ദാരിദ്ര്യമില്ലാത്തൊരു, പട്ടിണി ഇല്ലാത്തൊരു ലോകം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സജഷൻസ് എന്തൊക്കെ നമുക്ക് സജഷൻസ് കൊടുക്കാം? പ്രൊമോട്ട് സ്യൂട്ടബിൾ ഫാമിംഗ് അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അതുപോലെ അവോയ്ഡിങ് വേസ്റ്റിംഗ് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ആൻഡ് റിസോൾവ് കോൺഫ്ലിക്റ്റ് പീസ്ഫുള്ളി. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? യുദ്ധങ്ങളൊക്കെ സമാധാനപരമായിട്ട് പരിഹരിക്കുക. ദെൻ question 4 has 2 parts, A and 4b. Write either fourth A or fourth B completely. Observe the picture and answer the given questions. ഓക്കെ, ഇവിടെ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. വാട്ട് ആർ ദ 2 അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ ഇൻ ദിസ് വില്ലേജ്? ഈ വില്ലേജിൽ ഏതൊക്കെ തരത്തിലുള്ള ഒക്യുപ്പേഷനാണ് ഉണ്ടായിരിക്കുക? ഫാമിങ്ങും ഉണ്ടാവും, അതുപോലെ തന്നെ എന്തായിരിക്കും? റണ്ണിങ് ഗ്രോസറി ഷോപ്സ്, അതുപോലെ തന്നെ മെഡിക്കൽ ഹോസ്പിറ്റൽ വർക്കൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഫാമിങ് അല്ലെങ്കിൽ കാറ്റൽ റയറിങ് ഉണ്ടാവാം. ദെൻ റണ്ണിങ് ഓർ ഗ്രോസറി ഷോപ്പ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 2 നോൺ അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ? അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ ഏതൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ആർ 2 അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ ഇൻ ദിസ് വില്ലേജ്? അതായത് ഈ ഗ്രാമത്തിൽ 2 അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ ആണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഏത് എഴുതാം? ഫാമിങ്ങും എഴുതാം, കാറ്റൽ റയറിങ്ങും എഴുതാം. ഫാമിംഗ് എന്താണ്? കൃഷിയല്ല. അതുപോലെ കന്നുകാലി വളർത്തലോ, 2 അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ ആണല്ലേ അവിടെ ഉണ്ടായിരിക്കുക. ദെൻ വാട്ട് ആർ ദ 2 നോൺ അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ? ഇതിൽ നിന്ന് 2 നോൺ അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷനും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഏത് എഴുതാം? ദ ഗ്രോസർ പ്രൊവൈഡ്സ് ഓൺ നോൺ അഗ്രികൾച്ചറൽ ഡെയിലി എസെൻഷ്യൽ ദാറ്റ് ഫാർമർ നീഡ്സ് അല്ലേ. അപ്പോൾ ഗ്രോസറി എഴുതാം. അതുപോലെ തന്നെ ആശുപത്രി ജോലി ഉണ്ടാവും അല്ലേ, ആശുപത്രി ഹോസ്പിറ്റൽ വർക്കും എഴുതാം. ഗ്രോസറി ഷോപ്പും ആൻഡ് ഹോസ്പിറ്റൽ വർക്കും അല്ലേ. എന്നാണ് ഗ്രോസറി ഷോപ്പും ഹോസ്പിറ്റൽ വർക്കും. ദെൻ വാട്ട് ആർ ദ ഹൗ ഡസ് ദ ഗ്രോസർ ഹെൽപ്പ് ദ ഫാർമർ? ഗ്രോസർ എങ്ങനെയാണ് ഫാർമറിനെ ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, ദ ഗ്രോസർ പ്രൊവൈഡ്സ് നോൺ അഗ്രികൾച്ചർ ഡെയിലി എസെൻഷ്യൽ ദാറ്റ് ഫാർമർ നീഡ്സ്. ദെൻ ഹൗ ഡസ് ദ ഫാർമർ ഹെൽപ്പ് ദ ഗ്രോസർ? ഇനിയിപ്പോൾ ഗ്രോസർ എങ്ങനെയാണ് ഫാർമറെ ഹെൽപ്പ് ചെയ്യുക?
വ്യാപാരിക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കർഷകർ എന്ത് ചെയ്യും, ഉൽപ്പാദിപ്പിക്കും അല്ലേ. അപ്പോൾ ദ ഫാർമർ പ്രൊഡ്യൂസ് ദ അഗ്രികൾച്ചറൽ ഗുഡ്സ് ആൻഡ് ഫുഡ് ഐറ്റംസ് ദ ഗ്രോസർ നീഡ് ടു സെൽ ഓർ കൺസ്യൂം. The next, which employment sector employs the most number of people in India? Agricultural sector, service sector, industrial sector, commercial sector. Agricultural sector ആണല്ലേ. Then labor or properly that generate income is called source of income. Deepu's family has 4 sources of income. Father cultivate paddy, പിന്നെ mother works in textile shop, and Deepu makes money by selling vegetable after school hours. Then grandmother has rented out a room in the upstairs. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ എക്സാമിൻ ദ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഫാദർ ഫാമിംഗ്, അപ്പോൾ ഇൻകം എന്തായിരിക്കും? ഫാദർ ഫാമിംഗ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഇൻകം എന്ന് പറയുന്നത്? ദെൻ മദർ വേജസ് ആണ് ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ എന്തായിരിക്കും അമ്മയുടെ സോഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? ഫാദർ ഫാമിംഗ് ആകുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവും അല്ലേ. ദെൻ സോഴ്സ് ഓഫ് ഇൻകം മദർ എന്താണ്? ജോബ് ഇൻ ടെക്സ്റ്റൈൽ ഷോപ്പാണ് അല്ലേ. ജോബിൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പാണ്, അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഇൻകം എന്താണ്? വേജ് ഓഫ് സാലറി. ദെൻ ദീപു ബിസിനസ് ആണ്. അപ്പോൾ ഇൻകം എന്തായിരിക്കും? ഇൻകം, ദീപുവിൻ്റെ ഇൻകം എന്ന് പറയുന്നത് യെസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. പ്രോഫിറ്റ് ആയിരിക്കും. ദെൻ ഗ്രാൻഡ് മദർ അസറ്റ്സ്, ഇൻകം റെൻ്റ് ആണ്. If the paddy cultivation fails, will Deepu's family starve? Explain the reason. എന്താണ്? നെൽകൃഷി പരാജയപ്പെട്ടാൽ ദീപുവിൻ്റെ കുടുംബം പട്ടിണിയിലാകുമോ? കാരണം വിശദീകരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പട്ടിണിയിലാകുമോ? ഇല്ല അല്ലേ. ബിക്കോസ് എന്താണ്? നോ, ദീപുസ് ഫാമിലി വിൽ നോട്ട് സ്റ്റാർവ്. ദേ ഹാവ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടല്ലേ. അവർക്ക് ഒരു സോഴ്സ് മാത്രമല്ല ഇൻകത്തിനുള്ളത്. അമ്മ വേറെ ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ ദീപു ജോലി ചെയ്യുന്നുണ്ട്, ഗ്രാൻഡ് മദറിന് വർക്ക് ഉണ്ടല്ലേ. അപ്പോൾ ഇൻക്ലൂഡിങ് ദ മദേഴ്സ് വേജസ് ഫ്രം ദ ടെക്സ്റ്റൈൽ സ്റ്റോപ്പ്, ദെൻ ദീപുസ് ഇൻകം ഫ്രം ബിസിനസ് and the grandmother's rental income. അപ്പോൾ എന്താ എഴുതാം നമുക്ക്? No, Deepu's family not starve. They have multiple sources of income including the mother's wages from the textile shop, then Deepu's income from business and the grandmother's rental income. Okay, in the next question, if the party, if you have confidence, the will to work, you can engage in various employment achievement success in life. Examine the given self-employment situation. വാട്ട് ഡു യു മീൻ മൈ സെൽഫ് എംപ്ലോയ്മെൻറ്റ്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് കൊണ്ട് നിങ്ങൾ എന്താണ് മീൻ ചെയ്യുന്നതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് മീൻ ചെയ്യുന്നത്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് ജനറേറ്റിംഗ് ഇൻകം ബൈ ഇൻഡിപെൻഡൻ്റ്ലി റണ്ണിങ് ബിസിനസ് ഓർ പ്രൊഫഷൻ റാദർ ദാൻ വർക്കിംഗ് ഫോർ ആൻ എംപ്ലോയർ. അതായത് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിന് പകരം എന്താണ്, സ്വന്തമായിട്ടൊരു ബിസിനസ്സോ തൊഴിലൊക്കെ ചെയ്ത് വരുമാനം കണ്ടെത്തുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വയം തൊഴിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് എ ജനറേറ്റിംഗ് ഇൻകം ബൈ ഇൻഡിപെൻഡൻ്റ്ലി റണ്ണിങ് എ business or profession rather than working for an employer. Then mention any 2 self-employment vocation. എന്താ ചോദിച്ചിട്ടുള്ളത്? ഏതെങ്കിലും 2 സ്വയം തൊഴിലുകൾ പരാമർശിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മേക്കിംഗ് പേപ്പർ ക്യാരി ബാഗ്സ് ആൻഡ് റണ്ണിങ് ആൻ അക്ഷയ സെൻറ്റർ. ഇതൊക്കെ എന്താണ്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് വൊക്കേഷൻസ് ആണല്ലേ. ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ദെൻ ചൂസ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ്ലി മാച്ച്ഡ് ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമും ഉണ്ട്, കൺസ്യൂമേഴ്സും ഉണ്ട് അല്ലേ. അപ്പം നവജീവൻ ഉണ്ട്, കൈവല്യം ഉണ്ട്, ശരണ്യം നൽകിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെയാണ് വരിക? നവജീവൻ സീനിയർ സിറ്റിസൺ അല്ലേ. നവജീവൻ സീനിയർ സിറ്റിസൺ. ദെൻ കൈവല്യ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ, ശരണ്യ വുമൺ. അപ്പോൾ 1 C 2 B 3 A അല്ലേ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് വായിച്ചു നോക്കാം. സാനൂസ് വെയേഴ്സ് കോട്ടൺ ടീഷർട്ട് ആൻഡ് ജീൻസ് ഒക്കേഷൻലി. അറ്റ് ടൈംസ് സുനു വെയേഴ്സ് റെയിൻ കോട്ട്. ഒക്കേഷൻലി സുനു വെയേഴ്സ് വുള്ളൻ ക്ലോത്ത്സ്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് മേക്സ് സുനു വെയർ ഡിഫറെൻറ്റ് ക്ലോത്ത്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഡിഫറെൻറ്റ് ടൈപ്സിൽ ഡിഫറെൻറ്റ് ക്ലോത്ത്സ് എന്തിനാണ് സുനു മേക്ക് ചെയ്തത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത വസ്ത്രങ്ങൾ എന്തിനാണ് സുനു ധരിച്ചതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും? സുനു വെയേഴ്സ് ഡിഫറെൻറ്റ് ക്ലോത്ത്സ് ലൈക്ക്
റെയിൻ കോട്ട്സ്, വുള്ളൻ ക്ലോത്ത്സ് എന്താണ്? ഡ്യൂ ടു ചേഞ്ചിങ് വെതർ ആൻഡ് ക്ലൈമറ്റ് കണ്ടീഷനാണ് അല്ലേ. വെതറും ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ സമയത്തും ഓരോ ഡ്രസ്സ് ധരിക്കുന്നത് അല്ലേ. അപ്പോൾ സുനു വെയേഴ്സ് ഡിഫറെൻറ്റ് ക്ലോത്ത്സ് ഡ്യൂ ടു ചേഞ്ചിങ് വെതർ ആൻഡ് ക്ലൈമറ്റ് കണ്ടീഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, could a child who lived 5000 years ago wear different types of dress like today? Why? എന്താ ചോദിച്ചിട്ടുള്ളത്? 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കുട്ടിക്ക് ഇന്നത്തെ പോലെ വ്യത്യസ്ത തരം വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്? ഇല്ലല്ലോ, അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വസ്ത്രങ്ങളൊന്നും ഇല്ലല്ലേ. നോ, 5000 years ago അഡ്വാൻസ്ഡ് വേവിംഗ് മെഷീൻ ആൻഡ് ടെക്സ്റ്റൈൽ ലൈക്ക് കോട്ടൺ വെർ ലാർജ്ലി അൺഅവൈലബിൾ ആണ് അല്ലേ. ഏർലി ഹ്യൂമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനായിരുന്നു? ഗ്രാസ് ട്രീ ബാർക്ക്, അതുപോലെ തന്നെ ആനിമൽ സ്കിന്ന് ഫോർ ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു അവർ? ഗ്രാസ് ട്രീ ബാർക്കും, ഗ്രാസും ട്രീ ബാർക്കും, മരങ്ങളുടെ തൊലിയും അതുപോലെ ആനിമൽ സ്കിന്നൊക്കെയാണല്ലേ അവർ ക്ലോത്തായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവർ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് എഴുതാം അല്ലേ. ദെൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ് അറേഞ്ച് ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ഒക്വേർഡ് ഇൻ മോഡേൺ ഹ്യൂമൻ ക്ലോത്തിങ്. അതിൻ്റെ ഇത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? യൂസ്ഡ് ഗ്രാസ് ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ഹൈഡ് ആനിമൽ സ്കിൻ ഓഫ് മേക്കിംഗ് ക്ലോത്ത്സ്. നെക്സ്റ്റ് ഏതായിരിക്കും? യെസ്, ദെൻ വീവിങ് സ്റ്റാർട്ടഡ് ആണല്ലേ നെക്സ്റ്റ് വരിക. വീവിങ് സ്റ്റാർട്ടഡ്. ദെൻ തേർഡ്, ക്ലോത്ത്സ് വെർ മെയ്ഡ് ഫ്രം കോട്ടൺ. ദെൻ ഫോർത്ത്, യൂസ് ഓഫ് മോർ അഡ്വാൻസ്ഡ് വീവിങ് മെഷീൻസ് അല്ല. അപ്പോൾ ഈ ഒരു ക്രമത്തിലാണല്ലേ വരേണ്ടത്. ഓക്കെ, അപ്പം താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്കാണ് എഴുതേണ്ടത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇതാണല്ലേ അതിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.